നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് 63ാമത് കലോത്സവത്തിന്റെ സമാപന ദിനമായ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ജനുവരി 4-ന് ആരംഭിച്ച സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. രാജ്യത്ത് HMP വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8 ആയി. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. മഹാരാഷ്ട്രയിൽ 7-13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം 3-ന് ചികിത്സ തേടിയ കുട്ടികൾ നിലവിൽ രോഗമുക്തരായി ആശുപത്രി വിട്ടു. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 53 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും നൂറുകണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് രാവിലെ 6:35-നാണ് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ബീഹാർ, കൊൽക്കത്ത അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 249 മത്സരങ്ങളിൽ 179 എണ്ണം പൂർത്തിയായപ്പോൾ 713 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരാണ് മുന്നിൽ. 708 പോയിന്റുമായി കോഴിക്കോടും തൃശൂരും 2ാം സ്ഥാനത്തുണ്ട്. 702 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 123 പോയിന്റുമായി 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ ടൊവിനോ തോമസ് മുഖ്യാതിഥിയാവും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക മിമിക്രി മത്സരങ്ങളിൽ ചലച്ചിത്ര സംവിധായകർ വിധികർത്താക്കളായത് സംബന്ധിച്ച വിവാദമുയർന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. കലോത്സവം മികച്ച രീതിയിൽ മുന്നേറുന്നതിനിടയിൽ ഇത്തരം കല്ലുകടിയുണ്ടായതിൽ അതൃപ്തനായ മന്ത്രി ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടാണ് യോഗം വിളിച്ചതെന്ന് റിപ്പോർട്ടുകൾ. PV അൻവറിന്റെ കാര്യത്തിൽ UDF ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാമെന്നും അപ്പോൾ ചർച്ച ചെയ്യുമെന്നും UDF കൺവീനർ MM ഹസൻ. ഒരു കുറ്റവാളി എന്ന പോലെ അൻവറിനെ വീട് വളഞ്ഞു പിടികൂടിയതിൽ UDFന് പ്രതിഷേധമുണ്ട്, അത് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഹസൻ പറഞ്ഞു. അതേസമയം മതനേതാക്കൾ അഭിപ്രായം പറയുന്നതിനോട് പ്രതികരിക്കാൻ ഇല്ലെന്നും ആവശ്യത്തിലധികം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും ഇനിയും പ്രതികരിച്ച് വിവാദമുണ്ടാക്കാൻ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ PV അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന്റെ കാര്യത്തിൽ UDF തീരുമാനം എടുക്കണമെന്നും ഒറ്റയ്ക്കെടുക്കാനാകുന്ന തീരുമാനമല്ലെന്നും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ MLA. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ശേഷമാണ് അൻവറിന്റെ സന്ദർശനം. അൻവറിനെ കണ്ടുവെന്നും മറ്റു കാര്യങ്ങൾ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാണക്കാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് PV അൻവർ. മലയോര മേഖലയുടെ പ്രശ്നങ്ങളിൽ പിന്തുണ അറിയിച്ചുവെന്നും അടുത്ത തവണ ജയിക്കുക എന്നതിലുപരി പിണറായിയെ തോൽപ്പിക്കുക എന്നതിലാണ് കാര്യമെന്നും അൻവർ പറഞ്ഞു. സംസ്ഥാന കായികമേളയിൽ നിന്നും 2 സ്കൂളുകളെ വിലക്കിയ നടപടി സർക്കാർ പുനഃപരിശോധിച്ചേക്കും. മാർ ബേസിലിന്റെയും നാവാമുകുന്ദ സ്കൂളിന്റെയും അപേക്ഷ പരിഗണിക്കുമെന്നും കുട്ടികളുടെ അവസരം നിഷേധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ സ്കൂളുകളുടെ വിലക്ക് നീക്കുന്ന തീരുമാനമുണ്ടാകൂവെന്നും മന്ത്രി വ്യക്തമാക്കി. PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ആകും. അപ്പുവിനെ പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തും. നേതൃനിരയിൽ 5ാമനായാണ് അപ്പു ജോൺ ജോസഫ് എത്തുന്നത്. ഇന്ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി ഹൈപ്പർ കമ്മിറ്റിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. മന്ത്രി സജി ചെറിയാനെ രൂക്ഷമായി വിമർശിച്ച് കാത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ദിനപത്രം ഇന്ന് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ കേസെടുത്തതിനെതിരെ മന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് വിഷപ്പുകയും വിവരക്കേടും എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 218 പേർ BJPയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. CPM കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും CITU നേതാവുമായ സക്കീർ ഹുസൈനാണ് BJPയിൽ ചേർന്നത്. കണ്ണൂർ കണ്ണപുരത്തെ DYFI പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 RSS BJP പ്രവർത്തകർക്കും
തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2005 ഒക്ടോബർ 3-നാണ് റിജിത്തിനെ തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. KSEB, KSRTC, ജല അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളിലെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കാനുള്ള നീക്കത്തിനെതിരെ KSEBയിലെ സംഘടനകൾ ഏകീകരണം പഠിക്കാൻ നിയോഗിച്ച സമിതി KSEBയിലെ HR വിഭാഗവുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച റദ്ദാക്കിയില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങളെ GPS സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കുമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെന്നൈ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. GPS ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമേ മേലിൽ മാലിന്യം കൊണ്ടുപോകാനുള്ള അനുമതി നൽകൂ എന്നും എറണാകുളം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംവിധാനം ഈ മാസം തന്നെ മറ്റിടങ്ങളിലും നടപ്പാക്കുമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അധ്യക്ഷ S. ശ്രീകല പറഞ്ഞു. ഉമ തോമസ് MLAക്ക് വീണു പരിക്കേറ്റ സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാതിരുന്ന ഓസ്കാർ ഇന്റർനാഷണൽ ഇവന്റ്സ് ഉടമയായ PS ജിനീഷ് കുമാറിനെ തൃശൂരിൽ നിന്ന് പിടികൂടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി നാടക മത്സരത്തിൽ അവതരിപ്പിച്ച കയം എന്ന നാടകം കട്ടക്കയം പ്രേമകഥ എന്ന തന്റെ ചെറുകഥയുടെ വികൃതമായ അനുകരണമാണെന്ന് എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്ത്. തന്റെ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് കഥ നാടകമാക്കിയത്. കലോത്സവങ്ങളിൽ അവതരിപ്പിക്കുന്ന രചനകളിന്മേൽ പകർപ്പവകാശമുള്ള രചയിതാവിൽ നിന്നും രേഖാമൂലമുള്ള സമ്മതിപത്രം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്ന് സുസ്മേഷ് ചന്ദ്രോത്ത് വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. കായിക സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാനും സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കാനും കേരള കായിക നിയമത്തിൽ മാറ്റം വരുത്തും. ടർഫുകൾ, അരീനകൾ, വെൽനസ് സെന്ററുകൾ എന്നിവയ്ക്കായി പ്രവർത്തന മാനദണ്ഡം രൂപവൽക്കരിക്കാൻ സ്പോർട്സ് കൗൺസിലിനെ ചുമതലപ്പെടുത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ബില്ലിന്റെ കരട് സർക്കാർ പ്രസിദ്ധീകരിച്ചു. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ് വിചാരണയ്ക്കായി കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. വിചാരണ ദിവസങ്ങളിൽ തലശ്ശേരി കോടതിയിൽ എത്താനാണ് അനുമതി. കോടതിയിലെത്താൻ പരോൾ വ്യവസ്ഥയിൽ ഇളവ് തേടി സുനി അപേക്ഷ നൽകിയിരുന്നു. ഈ മാസം 22-നാണ് വിചാരണ തുടങ്ങുന്നത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനുമെതിരെ നടപടി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന അബ്ദുൾ സലാം, വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രിൻസിപ്പലിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രിൻസിപ്പലിനടക്കം ഉത്തരവാദിത്വമുണ്ടെന്ന് അമ്മു സജീവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലർട്ട്. മഴയോടൊപ്പം എത്തിയ ശീതതരംഗം ദില്ലിയിലെ സ്റ്റേഷനിൽ നിന്നെടുക്കുന്ന ട്രെയിനുകൾ വൈകിയോടാൻ കാരണമായി. ഇന്നലത്തെ കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ ഫ്ലൈറ്റുകളും വൈകിയിരുന്നു. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ 400 വിമാനങ്ങൾ വൈകിയെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കി. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ അഥവാ ഗവർണർ നിർദ്ദേശിക്കും. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും. സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. ഗുജറാത്തിലെ സൂറത്തിലെ പൊതുയോഗത്തിൽ വെച്ച് ബെൽറ്റൂരി സ്വയം അടിച്ച് AAP നേതാവ് ഗോപാൽ ഇറ്റാലിയ. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് വിവിധ കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് സ്വയം ചാട്ടയടി ഏറ്റുവാങ്ങിയതെന്ന് ഗോപാൽ ഇറ്റാലിയ വ്യക്തമാക്കി. യെദ്യൂരപ്പയ്ക്ക് എതിരായ പോക്സോ കേസ് നൽകിയതിന് പിന്നാലെ തനിക്കും സഹോദരിക്കും ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയെന്ന് അതിജീവിതയുടെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് സഹോദരന്റെ പ്രതികരണം. കേസിൽ പ്രതിയായ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ BS യെദ്യൂരപ്പ ഇപ്പോൾ ജാമ്യത്തിലാണ്. പുഷ്പ 2 പ്രീമിയർ ഷോയുടെ തിരക്കിനിടെയുണ്ടായ ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരൻ ശ്രീതേജിനെ ആശുപത്രിയിൽ എത്തിക്കണ്ട് നടൻ അല്ലു അർജുൻ. ഡിസംബർ 5 മുതൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീതേജ്. ദുരന്തമുണ്ടായി 1 മാസത്തിനു ശേഷമാണ് അല്ലുവിന്റെ സന്ദർശനം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് അമിത ജോലിഭാരം നൽകി. പരുക്കിന് വിട്ടുകൊടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് രംഗത്ത്. ബുംറയെ കൊണ്ട് അമിതമായി പന്തെറിയിച്ച് അദ്ദേഹത്തെ കരിമ്പിൻ ചണ്ടി പോലെയാക്കിയെന്നാണ് ഹർഭജന്റെ വിമർശനം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരാജയപ്പെട്ടതോടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യക്ക് 109 റേറ്റിംഗ് പോയിന്റാണുള്ളത്.
നിലവിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ഓസ്ട്രേലിയ 126 റേറ്റിംഗ് പോയിന്റുമായി ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ്. തൊട്ടുപിന്നിൽ 112 പോയിന്റുകളുമായി ദക്ഷിണാഫ്രിക്കയാണ്.